നമസ്കാരം. ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കിണർ കുഴിക്കുന്നതിനോ സെപ്റ്റിക് ടാങ്ക് കെട്ടുന്നതിനോ അനുമതി ആവശ്യമുണ്ടോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, കിണർ കുഴിക്കാനും സെപ്റ്റിക് ടാങ്ക് കെട്ടുന്നതിനുമൊക്കെ അനുമതി ആവശ്യമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അതിന് വാസ്തവത്തിൽ അനുമതി ആവശ്യമാണ്. കിണർ കുഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടം 75 നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് ചട്ടം 79(4) അനുസരിച്ചും ഏക കുടുംബം അഥവാ ഒരു കുടുംബത്തിന് മാത്രം ആവശ്യമായ ഒരു വീടിനാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ടിനാണെങ്കിൽ അതിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണമെന്നും മറ്റ് നിർമ്മാണങ്ങൾക്ക് പ്ലോട്ട് അതിൽ നിന്നും 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ അകലത്തിലും സെപ്റ്റിക് ടാങ്ക് നൽകാവുന്നതാണെന്നുമാണ് ചട്ടം പറയുന്നത്. പക്ഷേ ചട്ടം 23(1) പ്രകാരം നോട്ടിഫൈഡ് റോഡിനോ 6 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള അൺനോട്ടിഫൈഡ് റോഡിനോ ചേർന്ന് വരുന്ന പ്ലോട്ടാണ് എങ്കിൽ അതിർത്തിയിൽ നിന്ന് 3 മീറ്റർ അകലം വിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ പാടുള്ളൂ എന്നാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് ആണെങ്കിലും കിണറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വീടിന് പെർമിറ്റ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ പെർമിറ്റ് എടുക്കണം എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബിൽഡിംഗ് റൂൾസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് വയ്ക്കാനായിട്ട് പെർമിറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഡീറ്റെയിൽസും കിണറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള പെർമിറ്റും കൂടെ അവൈലബിൾ ആകത്തുള്ളൂ. സാധാരണഗതിയിൽ ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് അങ്ങ് പണിയുക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഇങ്ങനെയുള്ള പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യമൊന്നും നോക്കാതെ തന്നെ ചെയ്യാറാണ് പതിവ്. എന്നാൽ കിണർ കുഴിക്കുന്നതിനും സെപ്റ്റിക് ടാങ്ക് കെട്ടുന്നതിനും എല്ലാത്തിനും നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അനുവാദം ആവശ്യമാണെന്നാണ് കേരള ബിൽഡിംഗ് റൂൾസിനകത്തുള്ളത്. അപ്പോൾ ഈ ചട്ടങ്ങൾ പ്രകാരം ഈ 75 79(4) അനുസരിച്ചുള്ള ചട്ടങ്ങൾ പ്രകാരം ഏക കുടുംബങ്ങൾ ഒരു ഒറ്റ കുടുംബം മാത്രം താമസിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പ്ലോട്ടിൻ്റെ അതിരിൽ നിന്ന് 30 സെൻറ്റിമീറ്ററും അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൽ കൂടാതെ അതിൽ വരാത്ത രീതിയിലുള്ളൊരു നിർമ്മാണമാണെങ്കിൽ അതിൽ 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ അകലത്തിലും സെപ്റ്റിക് ടാങ്ക് വയ്ക്കാവുള്ളൂ എന്നാണ് നമ്മുടെ നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് നമ്മൾ 1 മീറ്റർ 20 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണം പ്ലോട്ടിൻ്റെ അതിരിൽ നിന്ന് വേണ്ടതെന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും എല്ലായിടത്തും ചെയ്യുക. അപ്പോൾ അങ്ങനെ കിട്ടുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് വേറെ യാതൊരു വിധത്തിലുള്ള പെർമിറ്റിംഗ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇതുപോലെ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.